ഇത് പൊങ്കുനി മഹാദേവ ക്ഷേത്രമാണ്, പനമരാന്ന് വരിക. നമ്മൾ എത്തുമ്പോൾ രാത്രി ആയിപ്പോയി. എന്ത് ചെയ്യാനാ, സത്യം ഉണ്ടോ, 2 കൊടിമരാണ് ഇവിടെയുള്ളത് കേട്ടോ. ചരിത്രവും ഐതിഹ്യമൊന്നും പറയാൻ പറ്റിയ ആരുമില്ല. പിന്നെ ഇങ്ങോട്ട് വയനാട് ഭാഗത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് നട തുറക്കാറില്ല. പക്ഷേ ഇവിടെ വൈകിട്ട് നട തുറന്നതിന് ആളില്ലാതുകൊണ്ട് നമ്മൾ പൂട്ടുകയും ചെയ്തു. ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. എന്ത് ക്ഷേത്രമാണെന്ന് എനിക്കറിയില്ല. സംഗീത, ആ മുകളിൽ എന്ത് ക്ഷേത്രം നോക്കട്ടെ മോളെ. ശ്രീ പരദേവത ഭദ്രകാളി പുള്ളിമാലമ്മ ക്ഷേത്രം. ഒഴുക്കും കൂടി പറ, കൂടി പറ. ശ്രീ പരദേവത ഭദ്രകാളി പുള്ളിമാലമ്മ ക്ഷേത്രം. പുള്ളിമാലമ്മ അല്ലേ? അതേറ്റല്ല അങ്ങനത്തെ ഒരു പേര് നമ്മൾ വെക്കുന്നത്. ഇത് നമ്മളെ 2 കുഞ്ഞുങ്ങളാണ്. നമുക്ക് വേണ്ടിയിട്ട് അത്രയും പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ദൂരം പാഞ്ഞു വന്നതാണ്. രാവിലെ മുതലേ എൻ്റെ ഒപ്പം തന്നെയാണ് 2 ആളും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കട്ടെ മോനെ പോയിട്ട്. ഈ ഷൂ ചെരുപ്പിട്ടിട്ടില്ലല്ലോ. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് വരണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാവും. ആക്ഷനില്ലാണ്ട് പോകാം. വീഡിയോ വന്നത് അടച്ചേക്ക. ശിവന്റെ ഒരു ഇതുണ്ട്. ഗുരു അടച്ചേക്കല്ലേ? ബോട്ടില് 2 മാസത്തേക്കുള്ളത് ഞങ്ങൾ തരുന്നത്. എവിടെയാ വീട്? ഇക്ക കഴിഞ്ഞാ? എന്നിട്ട് എന്താ എന്താ ഇപ്പൊ ഒപ്പരുണ്ടാ? ഒരു കുഴപ്പമില്ല ഭഗവാനെ. അല്ല ചോദിച്ചു തന്നു, പേടിക്കാൻ പറ്റില്ല. കുങ്കുമം കഴുത്തിൽ അതൊന്നല്ല, ചെലവിന് തരത്തില്ലെന്ന് ചോദിച്ചതാ. അയ്യോ നിങ്ങള് പാണ്ട് പിടിച്ചു പോലെ ഇപ്പൊ നമുക്ക് സുനിത അല്ലേ? ക്ഷേത്രത്തില് മാതൃസേവ എത്ര പേരുണ്ട്? മാതൃസേവാ സമിതി 9 ആള്. ഡ്രസ് കോഡെല്ലാം ഉണ്ടാ? അപ്പൊ എന്തായാലും നമുക്ക് ഉത്സവത്തിന് കാണാം നിങ്ങളെ പ്രകടനം അല്ലേ? ഇനി ആളെ കയറ്റണം കേട്ടോ. ഈ 9 ആളിൽ ഒതുക്കരുത്. നിങ്ങൾ നവദുർഗനെ പോലെ ആയിപ്പോല്ല അല്ലേ? നവദുർഗകളെ പോലെ നവദുർഗകളെ തന്നെയാന്നല്ലോ. അപ്പോൾ നല്ല ആക്റ്റീവ് ആവുക. ഭഗവതിക്ക് ഇഷ്ടമുള്ള കൂട്ടരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കളയാതെ സൂക്ഷിക്കുക. എപ്പോഴും ഓടി വന്ന് ഭഗവതിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരിക കേട്ടോ. ഭഗവതി ഇപ്പം ഇനി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലാണ് പോവുക. ഇനി ഇടുന്ന ഒരു വളർച്ചയാണ്. ആ വളർച്ചയിൽ നിങ്ങൾ ഉണ്ടാവണം. അപ്പൊ അതാ പറഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പിതാന്തങ്ങൾ കേൾക്കാൻ പാടില്ല. അതുകൊണ്ടേ പറഞ്ഞു. കണ്ണ് തുറക്കണ്ട, എല്ലാവരും ഇത് ജപിച്ചോളൂ. ഓം ശരണ്യ ശരണ്യ സർവലോകാനാം ശരണാഗത വത്സല മഹാഗണപതി നിത്യം മാം പാലയ കൃപാനിധി. ഓം തൽപുരുഷായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ശ്രീ മഹാഗണപതി പ്രസന്നോ. സാക്ഷിയായിട്ട് ഭഗവാൻ സാന്നിധ്യത്തെ ഏറ്റവും പ്രാർത്ഥിക്കും. 1 3 5 നിങ്ങൾക്ക് ആവുന്ന ഹരേ രാമ
അസർവമാ സർഗമയ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ലോകാ നമസ്കാരിനോ ലോകാ നമസ്കാരിനോ ലോകാ നമസ്തേ. എന്താ പേര്? ഗോപാലൻ. ഗോപാലൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ. ഇവിടെ തന്നെ അല്ലേ? എൻ്റെ അപ്പുറം തന്നെ. പിന്നെ ഇവിടെ ഭഗവതിൻ്റെ ആദ്യകാലത്ത് ഭഗവതിക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ആളാണ് അല്ലേ? അന്ന് ഇവിടെ ഇല്ല. അതെ അതെ. എല്ലാം പൊളിഞ്ഞു പോയത്. ചെറുപ്പം ചില വീണ് പോയത്. പത്തങ്കാട് കയറി ഉള്ള സമയത്ത് ഇന്ന് ഈ ലെവലെത്തിക്കാൻ മുൻനിരയിലുണ്ടായ ആളാന്ന് പറഞ്ഞു പറ്റും. ജനങ്ങളെ ഇതുകൊണ്ട് ഇതുപോലെ എത്തി. ക്ഷേത്രത്തിൽ അന്നേരം പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അല്ലേ ആ സമയത്ത്? 16 വർഷം. 16 വർഷം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്താ ആവശ്യമുള്ളത്? ഇനി എന്തെല്ലാം ഒരുപാട് ആവശ്യങ്ങൾ. എന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ എന്താന്ന് ഇപ്പം അത്യാവശ്യമായിട്ടാണ് അന്നദാനശാല. പിന്നെ ക്ഷേത്രത്തിനും ചുറ്റും തേക്കാനുള്ളതും ചിത്രപ്പണിയും എല്ലാം ഉണ്ടല്ലോ വരാൻ വേണ്ടി. ഒരുപാട് പണികളുണ്ട്. അതെ അതെ. അപ്പോൾ ഇത്ര തന്നെയെന്ന് വെച്ചാൽ ഇത്ര ആയല്ലോ. ഇനിയിപ്പം ഭഗവതി ബാക്കി തരുമായിരിക്കും. അപ്പോൾ അത് ഇത്ര ആയത് എന്ന് വെച്ചാൽ ഈ ഒരു പൈസക്ക് ഒതുങ്ങിയതും ഇത് ഇങ്ങനെ ആയതുണ്ടെന്ന്. പഴയ പോലത്തെ പണ്ടത്തെ കാലത്തെ പോലെ മരാന്നെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അന്നദാനശാല, പിന്നെ ചുറ്റുമതിൽ, പിന്നെ നമുക്കൊരു കുളം വീണ്ടെടുക്കാനുണ്ട് അല്ലേ? പിന്നെ രണ്ടാമത് മുന്നിലത്തെ ആ ഒരു സ്ഥലത്തിൻ്റെയും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും സെറ്റായി വരുമല്ലോ. അപ്പം അതിന് വേണ്ടുന്ന സഹായങ്ങൾ ജനങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട്, അതായത് ക്ഷേത്രത്തിൻ്റെ പൂജാവിധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സഹായിക്കാം അല്ലേ? പിന്നെ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയണ്ടേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതാണ് അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നേടിയെടുക്കാനുള്ളത്. നിങ്ങളുടെ അനുഭവത്തിൽ ഇവിടെ എന്താന്ന് പറ, നിങ്ങളുടെ ചെറിയൊരു അനുഭവങ്ങൾ പറ. ആദ്യം ഇതൊന്നുമില്ല. ഈ ആ അമ്പലവും വാതിലും ഇതൊന്നുമില്ല. ഇതിലെങ്ങനെയാണ് ചുറ്റും മതിലെന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് അത്ര ആയിട്ടില്ല. ഇത്രയും പേര് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അങ്ങനല്ല, ഒരു കുഴിയിലാണ് ഈ ക്ഷേത്രം ഉണ്ടായ പോലെ. അതെ, അതാ പറഞ്ഞ ഒരു എന്റെ കണ്ണിൽ തോന്നിയത് ഒരു കുഴിയിലാണ് ഈ ക്ഷേത്രം. ഒരുപാട് ഇങ്ങനെ ഒരു ഈ ആരൊക്കെയോ ആരൊക്കെയോ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പടവ് പോലെ ചവിട്ടി ഇതാക്കിയിട്ട് വഴുക്കുള്ള ഒരു സ്ഥലത്തേക്ക് കൂടി ഇറങ്ങി വരണം. കാട് പൊടിച്ച് ഒരു തരം വല്ലാതെ മുള്ളുള്ള കാടായിരുന്നു. അത് അവരതാണ് ക്ഷേത്രം, എടപ്പട്ടി സ്വാമിന്റെ അല്ലേ? അവരായിരുന്നു കൊണ്ടുവരുന്നത്. പഴയ പിന്നെ ഇവിടുത്തെ കർണാടക ബ്രാഹ്മണൻ അല്ലേ? പഴയ കാലം ഇത് ഒറീസ ബ്രാഹ്മണന്മാർ അല്ലേ? നമ്മളിവിടെ ഉള്ള ആളല്ല, പട്ടന്മാരാണ്. അതെ, ഒറീസന്ന് ഇവിടെ വന്നവരാണല്ലോ. അപ്പൊ അവരാണ് ഇത് നടത്തിയതും ആ പൂജാരിക്ക് ശമ്പളം കൊടുത്തതും. രാവിലെ ഒരു നേരം പൂജ അവര് നടത്തും. പക്ഷെ പിന്നീട് അത് എന്താ ഇടക്കാലത്ത് ഇട്ടാന് അത് നിർത്തിക്കില്ല. പക്ഷെ അവരൊഴിവായി ഇത് കമ്മിറ്റി വന്നപ്പോ. കമ്മിറ്റി അല്ല നമ്മളൊക്കെ പക്ഷെ കമ്മിറ്റി വന്നുകൊണ്ടാണ് ഇപ്പൊ ഉണ്ടാവില്ല, തീർന്നിണ്ടാവും. പിന്നെ പൂജ അയക്കാൻ കേറിക്കൂടാണ്ടായിപ്പോയി. ഇങ്ങനെ ഉള്ളു വന്ന് മൂടിയിട്ട് പിന്നെ അയാൾ ഇവിടുന്ന് പുറത്തുനിന്ന് 2 പൂ അതിലിട്ടിട്ട് എന്ന് 75 ഉറുപ്പ്യ അയാൾക്കുള്ളൂ ഒരു മാസം. അത് കിട്ടാൻ വേണ്ടിട്ട് അയാൾ 2 പൂ കൊണ്ടിട്ട് രാവിലെ പോകും. പിന്നെ നമ്മളിത് എങ്ങനെയാ ആ ഏരിയ, പിന്നെ അയാൾക്ക് നമ്മളും ഒരു പൈസയും കൊടുത്ത് വെള്ളിയാഴ്ച പൂജയൊക്കെ ആക്കി 14 കൊല്ലായി അല്ലേ? പക്ഷെ ഇപ്പം ഒരു മഹാക്ഷേത്രമായി. അത് മാത്രമല്ല അത്രയും കാലപ്പഴക്കം നമുക്ക് ഒരു ഫീലിംഗ് ചെയ്യും. പക്ഷെ ഇപ്പം പണ്ടത്തെ പോലല്ല. ഇപ്പം നമുക്ക് അവിടെ വരുമ്പം തന്നെ അതുമല്ല, അത് അന്ന് ജനങ്ങൾ ഇവിടെ ചുറ്റുപാടിലെ ജനങ്ങളോട് പറഞ്ഞാൽ തന്നെ പള്ളിയാറാന്ന് പറഞ്ഞാൽ അറിയില്ല. അതാ പറഞ്ഞത്. പള്ളൂർക്കാർ വാള് പോകുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ വേഗം പെട്ടെന്ന് അറിയും. അതന്നെയാണ് എന്റെയും പള്ളിയാറ് കഴിച്ചപ്പോൾ ആർക്കും അറിയില്ല. പക്ഷെ വള്ളൂർക്കാവില് വാള് കൊണ്ടുവന്ന ക്ഷേത്രം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഉറുപ്പ്യ പിരിവ് കിട്ടും. ഇത് ആദിവാസികളായിട്ട് ബന്ധമുണ്ട് ഈ ക്ഷേത്രം? ആദിവാസികളായിട്ട് ബന്ധമില്ല, തരകന്മാരുമായിട്ട് ബന്ധമുണ്ട്. തരകാരന്മാരായിട്ട് ഇതിന്റെ താഴത്തെ വയലൊക്കെ ക്ഷേത്രത്തിന്റെ. അതെ, ഉത്സവത്തിന്റെ ആവശ്യത്തിന്. എന്നുവെച്ചാൽ പഴശ്ശി രാജാവായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കുറിച്ചന്മാരെ എന്തായാലും ഉണ്ടാവുന്ന. ഇത് വയസ്സിന്റെ റൂമാണ്. അത് അല്ലേ? ഭഗവതിന്റെ ഒരു പീഠമുണ്ട്. വേറെ ഒന്നും
പഴശ്ശി റൂമിൽ ഭദ്രകാളി വന്നിരുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് നമ്മളങ്ങ് പേരിട്ടുന്നാണോ പോർക്കലി എന്നൊരു പേരിട്ട് അങ്ങനെ നോട്ടീസ്. ശരിക്കും പോർക്കളി ഭഗവതി തന്നെയാണ് അല്ല, അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിച്ചു പോകുന്നതും അതേ ഭഗവതിയാണ്. അത് നമ്മളെ മൃദംഗിശ്ശേരി ക്ഷേത്രത്തിലുണ്ട്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ട് പോവാന്ന്. അപ്പൊ എന്തായിന്ന് അറിയില്ല, ഞാൻ കുറച്ച് മുമ്പ് പോയിട്ടുള്ള ഇതാണ്, അതിന്റെ വർക്ക് നടക്കാൻ വേണ്ടി പോവാന്ന്. അതെ അതെ. അപ്പോൾ നല്ല നമസ്കാരം. പേര് ഒരിക്കൽ പറയും. ഗോപാലട്ടൻ. അപ്പൊ എന്തായാലും ഉത്സവത്തിന് നമുക്ക് കാണാം. ഗോപാലട്ടൻ നല്ല നമസ്കാരം. അടുക്ക് എന്താ പേര്? ചേച്ചിന്റെ പേരെന്താ? ജ്യോതിക. നിങ്ങളതോ? സുമ അല്ലേ? പിന്നെ മാതൃസേവാ സമിതിയിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരാണ്. ഇനി ആളെ കൂട്ടണോ? എന്നാലല്ലേ നിങ്ങൾക്ക് സഹായത്തിനെത്തും. മുടിയും പിടിച്ച് അടികൂടല്ല. മുടിയും പിടിച്ച് അടികൂടല്ല. നല്ല സ്നേഹത്തിൽ തന്നെ. ഐക്യത്തില്ലാന്ന്. ഡ്രസ് കോഡ് ഉണ്ടല്ലേ നിങ്ങൾക്ക്? എന്തായാലും നിങ്ങളെ കഷ്ടപ്പാട് ഇവിടെ കാണാനുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടതിന് കണക്കായിട്ട് ഇപ്പം ഭഗവതി അല്ലേ എങ്ങനെയോ ഉള്ളത് ഇങ്ങനെ ആയോന്നില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ പരിശ്രമമാണ് ഇതിൽ കാണാനുള്ളത്. അതായത് ആരെ? ഈ മാതൃസഭാ സമിതിയിലെ അംഗങ്ങളുടെ പരിശ്രമമാണ് ഇതിൽ കാണാനുള്ളത്. അപ്പോൾ അത് ഇനിയും അത് കളയാതെ സൂക്ഷിക്കുക. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടിനെ ദേവി ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ആ കിട്ടിയത് കണ്ട സംഗീതം കേൾക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞത്. ശ്രദ്ധിച്ച് ഇതാക്കിക്കോളൂ കേട്ടോ. ഇനി ആളെ കൂട്ടുക, എന്നാലേ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കുറച്ച് ആൾക്കാരൊന്നും പോരാ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ നല്ല നമസ്കാരം.